PSQ പേഷ്യൻ്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റിൽ നമ്മൾ PSQ-1 എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡിൻ്റെ വിശദീകരണങ്ങളിലേക്ക് കിടക്കുമ്പോൾ PSQ ആക്ച്വലി 7 സ്റ്റാൻഡേർഡുകൾ ഉള്ള PSQ-1 എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡിൽ 7 ഒബ്ജക്റ്റീവ് എലമെൻറ്റുകളുണ്ട്. അതിൽ PSQ-1A ആണ് നമ്മൾ ഇപ്പോൾ ഒന്ന് വിശദമായി നോക്കാൻ പോകുന്നത്. PSQ-1A കോർ ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇതിനകത്ത് നമ്മൾ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. ഇതൊരു ഡോക്യുമെൻറ്റേഷൻ ആവശ്യമുള്ള ഒരു ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ്. നിങ്ങൾക്ക് അവിടെ ഒരു സ്റ്റാറൊക്കെ കാണാൻ പറ്റും. സോ നമുക്കിവിടെ എന്താണ് ഒരു പേഷ്യൻ്റ് സേഫ്റ്റി പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യപ്പെട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ട് മെയിൻറ്റെയിൻ ചെയ്യപ്പെടണം. അതൊരു മൾട്ടി ഡിസിപ്ലിനറി കമ്മിറ്റി, സേഫ്റ്റി കമ്മിറ്റിയാണ് കണ്ടക്ട് ചെയ്യേണ്ടത് എന്നതാണ് ഈ ഒരു PSQ-1A നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും നമ്മുടെ പേഷ്യൻറ്റിനെ അഡ്മിനിസ്ട്രേഷൻ, ഫെസിലിറ്റി മാനേജ്മെൻറ്റ്, സേഫ്റ്റി ഓഫീസേഴ്സ്, അത് പേഷ്യൻ്റ് സേഫ്റ്റി ഓഫീസേഴ്സ് ഉണ്ട്, എംപ്ലോയി സേഫ്റ്റി ഓഫീസേഴ്സ് ഉണ്ട്, ക്ലിനിഷ്യൻസ്, നേഴ്സസ്, പാരാമെഡിക്കൽ സ്റ്റാഫ്, ദെൻ അങ്ങനെ നമുക്ക് അല്ലാതെ കുറച്ചധികം മേഖലകൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ക്ലിനിക്കൽ ഏരിയ സപ്പോർട്ടീവ് സർവീസസ് ആയിട്ടുണ്ട്. ഈ സപ്പോർട്ടീവ് സർവീസസ് ആയിട്ടുള്ള മേഖലകളിൽ നിന്നൊക്കെ നമുക്ക് ഈ കമ്മിറ്റിയിൽ ഒരു കോർഡിനേഷനിലേക്ക് എത്താൻ ആൾക്കാരുണ്ടാവണം. മാസത്തിലൊരിക്കൽ നമ്മൾ ഒരുമിച്ച് കൂടി ഈ കമ്മിറ്റി കണ്ടെത്തിയ കാര്യങ്ങളെ വിശകലനം ചെയ്യണം. അതനുസരിച്ച് നമുക്ക് ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള മോണിറ്റേഡ് ആയിട്ടുള്ള ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സേഫ്റ്റി പ്രോഗ്രാം നടത്താനായിട്ട് കഴിയണം നമ്മുടെ ഹോസ്പിറ്റലിൽ. അതാണ് ഈ ഒരു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ പേഷ്യൻ്റ് സേഫ്റ്റി കമ്മിറ്റി എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഒരു മെഡിക്കേഷൻ എററിൻ്റെ കാര്യം മുതൽ നമ്മുടെ ഹോസ്പിറ്റലിലെ എല്ലാ ഏരിയകളിലും നമുക്ക് കൃത്യമായ ഒരു ചിന്താഗതികൾ ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ട് ഹസാർഡ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് റിസ്ക് അനലിറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടൂളുണ്ട്. അതുപോലെ തന്നെ ഫെയിലിയർ മോഡ് ആൻഡ് എഫക്ട്സ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് ഒരു HIRA എന്ന് പറഞ്ഞ ടൂളും FME എന്ന് പറഞ്ഞ ടൂളും അത് വിശദമായി നമ്മൾ പിന്നീട് പഠിക്കും. സോ ഈ 2 ടൂളുകളും വളരെ കാര്യക്ഷമമായി നമ്മുടെ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നതാണ്. സോ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ഈ സ്റ്റാൻഡേർഡ്സിൻ്റെ ഒരു മാനുവൽ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ ഒരു സേഫ്റ്റി പ്രോഗ്രാമിൻ്റെ പാർട്ടായിട്ട് ആ മാനുവലിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു മൾട്ടി ഡിസിപ്ലിനറി കമ്മിറ്റി എപ്പോഴും വർക്ക് ചെയ്യേണ്ടത്. അത്തരത്തിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ സ്റ്റാൻഡേർഡ് ടൂൾസ് ഉപയോഗിച്ചുകൊണ്ടുണ്ടാകുന്ന ഡേറ്റയെ ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യപ്പെട്ടാണ് മുമ്പോട്ട് പോകേണ്ടത്. സോ PSQ പേഷ്യൻ്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് PSQ-1A patient safety program is developed, implemented and maintained by a multidisciplinary safety committee. സോ നമുക്കിതിൻ്റെ അടുത്ത ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ എങ്ങനെയാണ് നമുക്ക് ഈ സേഫ്റ്റി പ്രോഗ്രാം ഓരോ എലമെൻറ്റിനെയും കാണേണ്ടത്, അതിനെ കൺസോൾഡേറ്റ് ചെയ്യേണ്ടത്, അത് നമ്മൾ മുമ്പ് പഠിച്ച പല ചാപ്റ്ററുകളെയും AIC നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് PSQ-1B നമ്മൾ ഡിസ്കസ് ചെയ്യുക. നമുക്കതിലേക്ക് മൂവ് ചെയ്യാം.